കുത്തിവെക്കുന്ന ലഹരി ഉപയോഗത്തിലൂടെ വളാഞ്ചേരിയിൽ 2 മാസത്തിനിടെ 9 പേർക്ക് HIV ബാധ കണ്ടെത്തി. 6 മലയാളികൾക്കും 3 അതിഥി തൊഴിലാളികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. താൽക്കാലിക ആനന്ദത്തിനായി ലഹരി കുത്തിവെക്കുന്നവർ ഓർക്കുക, ഇരട്ട ദുരന്തമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ലഹരിക്കൊപ്പം HIV-യും ശരീരത്തിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. ലഹരി ഉപയോഗത്തിലൂടെ വളാഞ്ചേരിയിൽ 2 മാസത്തിനിടെ 9 പേർക്കാണ് HIV ബാധ കണ്ടെത്തിയത്. 6 മലയാളികൾക്കും 3 അതിഥി തൊഴിലാളികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒരാൾക്ക് HIV സ്ഥിരീകരിച്ചപ്പോൾ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ തുടർ പരിശോധനയിലാണ് വ്യാപനം കണ്ടെത്തിയത്. നല്ല കേന്ദ്രമാണുള്ളത്. ഇവിടെ നോക്കി, നല്ല രസകേന്ദ്രമാണ്. ഇവിടെ കയറുന്ന ഇവിടെ വെച്ചു കൊടുക്കുക, എന്നിട്ട് പറയാം ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കഥ ഒരു വന്നെടുക്കുക. കയ്യിലുണ്ടാവില്ല ആര് അടണ്ടോ. ഇവർ ഒരേ സൂചികൾ പങ്കിട്ടതായും വിതരണക്കാർ സൂചികൾ വീണ്ടും ഉപയോഗിച്ചതായും കണ്ടെത്തിയെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു. അറിയാമല്ലോ, നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ ഒരു ഇത് നമ്മുടെ HIV-യുടെ ഭാഗം HIV സ്ക്രീനിങ്ങിന് വേണ്ടി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ, പ്രത്യേകിച്ച് ഇതുപോലെ IV ഡ്രഗ് യൂസേഴ്സ്, അതുപോലെ സെക്സ് വർക്കേഴ്സ്, അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. കാരണം HIV ഉണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സർവേയാണ്. ഇവരെ അടുത്ത് നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ HIV സ്റ്റാറ്റസ് അറിയുക എന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ചെയ്തു ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിന് വിധേയമായപ്പോഴാണ് ഇങ്ങനെ അവർക്ക് HIV പോസിറ്റീവ് വന്നത് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഏൽപ്പിച്ചത്. ഈ കഴിഞ്ഞ 2 മാസമായി നമുക്ക് 10 പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതിപ്പോൾ സംസ്ഥാനം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റ് സ്ഥലങ്ങളും ഉണ്ടാകാം. വളാഞ്ചേരിയിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള HIV പേഷ്യൻ്റ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നീഡിൽ മറ്റുള്ളവരും ഉപയോഗിക്കുന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഡ്രഗ് അബ്യൂസേഴ്സ് എന്തെങ്കിലും അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.